Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ രണ്ട് വിധം ചിക്കൻ കറിയുടെ റെസിപ്പി തയ്യാറാക്കി കാണിച്ചായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് സിമ്പിൾ എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഒരു അരപ്പ് റെഡിയാക്കി പെട്ടെന്ന് തന്നെ ചിക്കൻ കുക്കറിൽ കയറ്റിയിട്ട് വേവിച്ചെടുക്കാൻ പോകുന്ന ഒരു നല്ലൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എന്നാൽ രുചിയോ ഫാന്റാസ്റ്റിക് രുചിയായിരിക്കും. ഒരു തവണയെങ്കിലും ഇത് പരീക്ഷിച്ച് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ കമന്റ്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ വരും, നമുക്ക് വേഗം എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യാമെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തതിന് ഞാൻ ഇടുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് വന്ന് ചേരും. ഫസ്റ്റ് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ സവാള ഇട്ട് വഴറ്റിയെടുക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലെ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് റഫായിട്ട് സ്ലൈസ് ചെയ്താൽ മതി, കാരണം ഇത് രണ്ടാമതായിട്ട് നമുക്ക് വഴറ്റിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് റഫ് സ്ലൈസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ലേശം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഈ സവാള തന്നെ ഗ്രാം കണക്കിൽ പറയുവാണെങ്കിൽ 250 ഗ്രാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു അളവിന് തന്നെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലും കൂടുതൽ സവാള ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി മധുരിച്ചു പോകും. അപ്പോൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് പാകത്തിന് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിന്റെ പച്ചവാസനയൊക്കെ പോയി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഷെയ്ഡ് ആവുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇവിടെ ഒരു കാര്യം എനിക്ക് ടിപ്പ് പറയാനുള്ളത്, നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സവാള ഉപയോഗിച്ചിട്ട് ഈ കറി തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഇതിലും നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഞാനൊരു പ്രാവശ്യം ഇതൊരു ചെറിയുള്ളി വെച്ച് ട്രൈ ചെയ്തായിരുന്നു. അതായത് 10 ചെറിയുള്ളി സ്ലൈസ് ചെയ്തിട്ട് ചേർത്തിട്ട് അതേപോലെ ഒരു ചെറിയ സവാളയും കൂടി ചേർത്തായിരുന്നു. അങ്ങനെ റെഡിയാക്കി എടുത്തപ്പോൾ നമ്മുടെ കറി വേറെ ലെവലായിരുന്നു. അപ്പോൾ ഒരു തവണ പറ്റിയ ട്രൈ ചെയ്യും. ഇപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ സവാള പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂപ്പ് മാത്രം മതി. ഇതിൽ കൂടുതൽ മൂപ്പായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് കയ്പ്പ് രസം വരും. കയ്പ്പ് രസം വന്നു പോയി പിന്നെ അത് കൊണ്ടേ കളയാനേ മാർഗമുള്ളൂ. അപ്പോൾ നോക്കി ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഒന്ന് തണിഞ്ഞതിന് ശേഷം ഞാനൊരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. അതായത് ഒരു 10-12 കശുവണ്ടി ചേർക്കാം. കശുവണ്ടി ചേർത്ത് ഈ ഒരു കറിക്ക് നല്ലൊരു രുചിയായിരിക്കും. അതേസമയം ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്ത കസ്കസാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ പോപ്പി സീഡ്സ് എന്നും പറയും. ഇതും കൊഴുപ്പ് കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഗ്രേവിക്ക്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കണം. അതായത് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ നമ്മൾ കുറുമയൊക്കെ തയ്യാറാക്കുമ്പോൾ തേങ്ങാപ്പാൽ എടുത്ത് പിഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് തേങ്ങയൊന്നും പിഴിഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാൽ രുചിയിൽ ഒട്ടും കുറവും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം ഇതാണ്. ഇപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കുക. മിക്സീൻ്റെ ചെറിയ ജാറിൽ എടുത്തിട്ട് അരച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇവനിവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി ഒരു ചെറിയ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു 5-6 മീഡിയം സൈസിൽ എടുക്കുക. ഇതിപ്പോൾ ചെറുതായാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ഒരു കുക്കർ വെക്കുക. കുക്കർ വെച്ചതിന് ശേഷം ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചെടുക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ വെളിച്ചെണ്ണയോ ഏത് എണ്ണയെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആദ്യം ബിരിയാണി ഇല ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ബേ ലീഫ് എന്നും പറയും. ഇനി അടുത്തായിട്ട് കുറച്ച് സ്പൈസസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, 10 മുതൽ 15 കുരുമുളക്, ഇതെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന സ്പൈസസ് ഒക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേസ്റ്റ് ആക്കി എടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിൻ്റെ റോ സ്മെൽ, അതായത് ഇതിൻ്റെ പച്ച വാസന ഒന്ന് പോയി വരുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും ചേർക്കുക. ഇത് സാധാരണ നമ്മുടെ ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ അകത്തേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുള്ളൂ. നമ്മൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് മാറ്റം വരുത്താം. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതായത് മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ അകത്തേക്കുള്ള മസാല. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പച്ച വാസന ഒന്ന് മാറി വന്നോട്ടെ. അടുത്തത് 3 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതായത് കശുവണ്ടിയും കസ്കസും സവാളയൊക്കെ ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സിയിൽ ബാക്കി ഈ മസാല പേസ്റ്റിൻ്റെ അംശം ഉണ്ടാവല്ലോ, അപ്പം ഞാൻ അത് മിക്സിയിൽ വെള്ളം ഇട്ടിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വിടുക. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ, അതായത് ഈ മസാലയും ഈ പേസ്റ്റൊക്കെ ഒന്ന് യോജിച്ച് വരട്ടെ. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് എടുക്കും. ഇപ്പോൾ വേണ്ടില്ല, നമ്മൾ ഇട്ടിരിക്കുന്ന മസാലയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതേസമയം ചെറുതായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ ചിക്കനെ ഉപയോഗിക്കുന്നുള്ളൂ. അതിനുള്ള അളവാണ് ഈ കറിക്ക് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ചിക്കന് എന്തായാലും വെള്ളം ഇറങ്ങും. ഇത് കൂടാണ്ട് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേവിൻ്റെ പാകമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഗ്രേവി കുറച്ചും കൂടി ലൂസായിട്ട് വേണം എന്നുണ്ടെങ്കിൽ 1.5 കപ്പ് മുതൽ 2 കപ്പ് വരെ ഒഴിച്ചെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ഗ്രേവി, അതായത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഹൈയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒറ്റ വിസിൽ കേൾക്കും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും. അപ്പോഴത്തേക്കും എൻ്റെ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ ചിക്കൻ അഥവാ വെന്തില്ലെങ്കിൽ 1 വിസിലും കൂടി എക്സ്ട്രാ കൊടുക്കാം. പക്ഷേ 1-1.5 വിസിലിനുള്ളിൽ ഉറപ്പായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾ അഥവാ കുക്കർ യൂസ് ചെയ്യാണ്ട് സാധാരണ പാനിലാണ് ഈ ചിക്കൻ കുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിച്ചാലും മതിയാവും. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ പ്രഷറൊക്കെ മാറിയതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് ഗ്രേവി നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചപ്പാത്തി, ദോശ, പൊറോട്ട, നാൻ, കുൽച്ച ഇതിൻ്റെ കൂടെ സൈഡിൽ വെച്ച് കൊടുത്ത് 10 മിനിറ്റ് അതിനകത്ത് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കറി കാലിയായിട്ടുണ്ടാവും. അത്രയ്ക്ക് രുചിയാണ്. അപ്പം നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉപ്പ് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ എനിക്ക് ഈ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ മല്ലിയിലയും കൂടി അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ഇനി അടുത്ത പ്രാവശ്യം ചിക്കൻ മേടിക്കുമ്പോൾ എന്തായാലും കുറുമ ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തേനെ ഇതുപോലെ ഞാൻ തയ്യാറാക്കുന്ന ഈസി റെസിപ്പീസ് നിങ്ങൾക്കൊന്ന് ചേരും. അതുപോലെ തന്നെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും ഇത് മറ്റുള്ളവരുമായി എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കൊരു അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം സ്വപ്ന.